ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഐസുബി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ ടീച്ചേഴ്സിനും പറയാനിപ്പോൾ പ്രധാനമായിട്ട് ഒരേ ഒരു വിശേഷം ഉണ്ടാവുള്ളൂ അല്ലേ? HSA ഇംഗ്ലീഷ്. എല്ലാവരും അപ്ലൈ ചെയ്തില്ലേ? അല്ല, പഠിപ്പൊക്കെ എന്തായി? അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അല്ലേ? എനിക്കറിയാം, കഴിഞ്ഞ HSA മുതലേ പഠിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ 1-2 മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം, ഈവൻ ചില ആൾക്കാർ കോച്ചിങ്ങിന് പോകുന്നുണ്ടാവാം. പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും പഠിക്കണമെന്ന്. പക്ഷേ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു മക്കളുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന മക്കളുള്ള വീട്ടമ്മമാരാണ് പ്രത്യേകിച്ച്. ചിലപ്പോൾ പഠിക്കാൻ ഫിനാൻഷ്യലി ഒരു കോച്ചിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോച്ചിങ് നേടാനോ ഈവൻ പുസ്തകം വാങ്ങാൻ പോലും കാശില്ലാത്തവരുണ്ടാവും. HSA ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഞാൻ ഇനി പഠിക്കാൻ തുടങ്ങേണ്ടത്? നിങ്ങൾക്ക് പല ചിന്തകളായിരിക്കും. ഞാൻ ഇതുവരെ തുടങ്ങിയില്ല, ഓരോരുത്തരും മുമ്പേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, റിവിഷൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ബാക്കിയുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി? ഓക്കെ, നമ്മൾ ലേറ്റാണ് വന്നാലും ലേറ്റസ്റ്റാണ് വരുവെന്ന് നമ്മുടെ രജനികാന്ത് സാർ പറഞ്ഞില്ലേ? ആ ഒരു പോളിസിയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച് നമ്മൾ മുന്നിലെത്തും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്, ഒരു പേനയും പുസ്തകവും ഇപ്പം തന്നെ എടുത്ത് നിങ്ങളത് കുറിച്ചുകൊള്ളുക. സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം, അത് അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്വപ്നം കാണുക. ഡ്രീം ആൻഡ് വിഷ്വലൈസ്. എന്താ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടേ? എന്താ ഡ്രീം ചെയ്യേണ്ടേ? നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രീമല്ലേ ഉള്ളൂ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും ഒരു ജോലി അല്ലെങ്കിൽ ഒരു HSAക്ക് ഒരു ജോലി നേടുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം നിങ്ങൾ കണ്ണിൽ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ദിവസം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയും മക്കളെയും അച്ഛനെയും അമ്മേനെയൊക്കെ കൂട്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കൂട്ടി അത് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം നിങ്ങൾ ഏത് സാരി എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ എന്ത് ഡ്രസ്സ് നിങ്ങൾ ധരിക്കും, നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഫോട്ടോ ഇടുന്നതും അത് സ്റ്റേറ്റസ് വെക്കുന്നതും എല്ലാവർക്കും മധുരം കൊടുക്കുന്നതും, അങ്ങനെ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. അത് നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞില്ലേ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളാടാ നമ്മുടെ ഉയിരെന്ന് പറയുന്നത്. അപ്പോൾ ഡ്രീം ചെയ്യുക. നിങ്ങൾ ആ ഡ്രീമിനെ വിഷ്വലൈസ് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അത് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ അങ്ങ് പോയി മനസ്സിന് വളരെയധികം പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ വരും, സെൽഫ് മോട്ടിവേഷൻ വരും. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഫിക്സ് യുവർ റാങ്ക്. നിങ്ങൾക്ക് എത്രാമത്തെ റാങ്കാണ് കിട്ടാൻ പോകുന്നത് അത് നിങ്ങളങ്ങ് ഫിക്സ് ചെയ്യാം. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും. ഓക്കെ, അതായത് ഇന്ന ജില്ലയിലെ HSA ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഫസ്റ്റ് റാങ്ക് എൻ്റെ പേരാണ്, അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക്, അല്ലെങ്കിൽ തേർഡ് റാങ്ക്. ഓക്കെ, എങ്ങനെ പോയാലും ഒരു 10ൻ്റെ ഉള്ളിലേക്ക് ഇങ്ങ് വന്നോണം കേട്ടോ. 10ൻ്റെ ശേഷം ഒന്നും റാങ്ക് ഫിക്സ് ചെയ്യാൻ നിൽക്കരുത്. പരമാവധി ആദ്യത്തെ 5ൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യുക. നമ്മളെപ്പോഴും മുന്നിലേക്ക് വരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ റാങ്ക് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നു. നിങ്ങൾ പഠിക്കുന്ന എവിടെയെങ്കിലും ഒരു A4-ലൊക്കെ വലിയ ഇതായിട്ട് എഴുതി ഒട്ടിച്ചൊക്കെ വെച്ച് നിങ്ങളത് ഡെയിലി കാണണം. അതെൻ്റെ റാങ്കാണത് എന്ന് നിങ്ങളങ്ങ് ഫിക്സ് ചെയ്യുക. മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ടേക്ക് എ പ്രിൻറ്റ് ഓഫ് ദ സിലബസ്. HSA ഇംഗ്ലീഷിൻ്റെ നിലവിലുള്ള സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് എടുത്ത് കയ്യിലൊരു ഹാർഡ് കോപ്പി വേണം. എൻ്റെ ഫോണിലുണ്ട്, എൻ്റെ ലാപ്പിലുണ്ട്, എൻ്റെ ടാബിലുണ്ട്, അങ്ങനത്തെ പരിപാടിയില്ല. ഒരു 3-4 തവണയെങ്കിലും അത് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. പാർട്ട് A ഏതാണ്, പാർട്ട് B എന്താണ്, മൊഡ്യൂൾ 1, 2, 3, 4, 5, 6, 7 ഓക്കെ, ഏതൊക്കെ പാർട്ട് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഓരോ ദിവസം ഏതൊക്കെ പാർട്സ് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് സിലബസ് ആണ്. ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് വിടുക. ഞാനിതൊക്കെ പഠിച്ചു. ഓക്കെ, അങ്ങനെ കുറേ ടിക്ക് മാർക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്രിപ്പയർ എ ടൈം ടേബിൾ. നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബവും കുട്ടികളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് എത്ര സമയം നമുക്ക് പഠിക്കാൻ ചിലവഴിക്കാൻ കിട്ടുന്നുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന സമയത്തെ നമ്മുടെ സിലബസുമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത്ര സമയം ഞാൻ ഇത്ര പോർഷൻസ് പഠിച്ച് തീർക്കും. ഓക്കെ, അത് റിവൈസ് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലെന്തെങ്കിലും പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും കേൾക്കുക, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച നോട്ട്സ് ഒന്നുകൂടെ വായിച്ച് റിവൈസ് ചെയ്യുക. അങ്ങനെ സമയം കണ്ടെത്തിയാൽ മതി. സോ അതിന് നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ്, കവർ ദ സിലബസ്. നമ്മുടെ സിലബസ് ഒരു തവണ മുഴുവനായിട്ട് നമ്മൾ പഠിക്കണം ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് സമയം ചിലവാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പണ്ട് സ്കൂളിൽ പരീക്ഷയ്ക്ക് പഠിച്ച പോലെ ചോദ്യവും ഉത്തരവും കാണാതെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പോർഷനും എല്ലാ ടോപ്പിക്കും ഒരു തവണ നമ്മൾ അതിനെ ഒന്ന് പരിചയപ്പെടലാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്യുക, റിവിഷൻ നടത്തുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഫോക്കസ് ഓൺ റിവിഷൻ.
നമ്മൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് റിവിഷനാണ് വേണ്ടത്. നമ്മൾ പോർഷൻസ് കവർ ചെയ്യാൻ ലാഗ് ആയാൽ റിവിഷന് സമയം കിട്ടില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചത് എഫക്റ്റീവ് ആവണമെങ്കിൽ പരമാവധി റിവൈസ് ചെയ്യണം. ഓക്കെ, സോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റെപ്സ് എന്താണ്? റീഡിങ് ഓർ റിപ്പീറ്റഡ് ലിസണിങ്. നിങ്ങൾ എഴുതിയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. കാരണം ഒരിക്കൽ വായിച്ചത് പിന്നെ നമ്മൾ വായിച്ചില്ലെങ്കിൽ മറന്നുപോകും. ഓക്കെ, ബി.എഡിനൊക്കെ നമ്മളത് പഠിക്കുന്നതാണല്ലോ അല്ലേ, ഫോർഗെറ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്കില്ലേ. അല്ലെങ്കിൽ റിപ്പീറ്റഡ് ലിസണിങ്. ഇരുന്ന് പഠിക്കാൻ നേരമില്ലാത്തവരാണെങ്കിൽ നിങ്ങളിങ്ങനെ ഇതുപോലുള്ള വോയിസുകൾ കേട്ടോണ്ടിരിക്കുക. പണിയെടുക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും വോയിസ് കേട്ടോണ്ടിരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടീ ബ്രേക്ക് റെനസാൻസ്. അതായത് കേരള നവോത്ഥാനം. ഒരു ചായ നമ്മളിപ്പോഴാണ് കുടിക്കുക. കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മളാകെ സ്ട്രെസ്സാവും, മടുപ്പ് വരും. അപ്പോൾ നമ്മളൊരു ടീ ബ്രേക്ക് എടുക്കും അല്ലേ. അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇങ്ങനെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടീ ബ്രേക്ക് എന്ന പോലെ നമ്മൾ കേരള നവോത്ഥാനത്തിൻ്റെ പോർഷൻസ് കൂടി കവർ ചെയ്യണം. അത് പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ക്ലാസ്സസ് കേട്ടിട്ടോ ഒക്കെ നിങ്ങളത് കവർ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ലിറ്ററേച്ചറിൻ്റെ മാർക്സ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 10-30ഓളം മാർക്കുണ്ട്, അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ അതിനായിട്ട് ഒരു ടീ ബ്രേക്ക് എടുക്കുന്ന പോലെ, ഒരു റിഫ്രഷ്മെൻറ്റിന് എന്ന പോലെ കേരള റെനസൻസിൻ്റെ എല്ലാ ടോപ്പിക്സും നിങ്ങളൊന്ന് കവർ ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് കറണ്ട് അഫയേഴ്സ്. ഇയാളില്ലാണ്ടും ഒരു പരിപാടി നടക്കില്ല കേട്ടോ. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകും. പത്രം വായിക്കാനൊന്നും നേരമില്ല അല്ലെങ്കിൽ എഴുതിയെടുക്കാനുള്ള നേരമില്ലെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ടെലഗ്രാം ചാനൽസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് PDF ആയിട്ട് വരെ ഇത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ടും പഠിക്കണം. അത് പഠിക്കുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ 2025, അതായത് ഈ വർഷത്തെ ജനുവരി മാസത്തെ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ജനുവരി എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുന്നത്തെ വർഷത്തെയും കൂടെ അങ്ങ് പഠിക്കുക. ഓക്കെ, 2025 ജനുവരി, 24 ജനുവരി, 23 ജനുവരി. ഫെബ്രുവരിയാണ് എടുക്കുന്നതെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ ജനുവരിയുടെ കറണ്ട് അഫയേഴ്സും കൂടെ അങ്ങനെ. അപ്പോൾ ഒരു ഭാരമില്ലാണ്ട് ഇതങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, പഠിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ ഈ 8 സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു HSAയിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ്സാണ് വേണ്ടത്, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. ക്ലാസ് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ നോട്ട്സ് ഒന്നും എഴുതാൻ നേരമില്ല. ഇതിൻ്റെ നോട്ടൊന്ന് PDF ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് പേഴ്സണലായിട്ടൊരു മെൻറ്ററിനെ കിട്ടിയിരുന്നെങ്കിൽ, ചെറിയ ഫീസിൽ ഒരു കോച്ചിങ്ങിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഓൺലൈൻ അക്കാഡമിയാണ് ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമി. HSA ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അതും തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീസ് കൊടുക്കാനോ അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തവർ, വീട്ടമ്മമാർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. വെറും 500 രൂപ, മാസം വെറും 500 രൂപ കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു കോച്ചിങ് കിട്ടും. ലൈവും റെക്കോർഡായിട്ട് ക്ലാസ്സുകളുണ്ട്, മന്ത്ലി എക്സാംസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ PDF നോട്ട്സ് നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങളെ നിരന്തരം വിളിച്ച് നിങ്ങളുടെ പഠനം വിലയിരുത്തുന്ന അങ്ങനെ നല്ലൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു കോച്ചിങ് സെൻറ്റർ ഞങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കോച്ചിങ് വേണം, 500 രൂപ മാത്രം ഫീസുള്ള ഈ ഒരു കോച്ചിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.